ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് മൈലാഞ്ചിൻ്റെ ഇല പൊട്ടിക്കാൻ പോകുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. സാധാരണ അനിയത്തിക്കാണ് പോയിട്ട് പൊട്ടിക്കാറ്. ഇത്തവണ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ പോയതാണ്. അപ്പോൾ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ദൂരത്തിൽ തന്നെ ഒരു പാടം വരുന്നുണ്ട്. ആ ഒരു പാടത്തിൻ്റെ സൈഡിലായിട്ട് മൈലാഞ്ചിൻ്റെ കൊമ്പുകളൊക്കെ ഒരു വീട്ടിലുണ്ട്. വർഷങ്ങളായിട്ട് അവിടെ നിന്നാണ് മൈലാഞ്ചിയൊക്കെ കൊണ്ടുവരാറ്. വീട്ടിൽ ഒത്തിരി തവണ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും എന്തോ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതൊക്കെ കരിഞ്ഞു പോവാറാണ്. അപ്പോൾ ഏകദേശം 4 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ പാടത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ പോയ സ്ഥിതിക്ക് പാടം കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് പാടത്തേക്ക് ഇറങ്ങിയതാണ്. പാടം കണ്ട് പിന്നെ തോട് കാണാനായി പൂതി. അപ്പോൾ അങ്ങനെ തോട് കാണാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ്. അതിനിടയിൽ കാല് ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നടക്കുന്ന വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തൊരു ഭാഗമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഴാൻ പോകുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട്. അങ്ങനെ തോട് കണ്ടിട്ട് ഏകദേശം തോടൊക്കെ തമ്മിൽ കൂട്ടിമുട്ടുന്ന സെൻട്രൽ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വോയിസ് കൊടുക്കുന്നത് 26-ാം തീയതിയാണ്. 3-4 ദിവസം മുന്നെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഒരു 11 മണി നേരത്ത് 11-11:30 ടൈമിലാണ് പോകുന്നത്. നല്ല രീതിയിൽ തന്നെ വെയിലുണ്ടെങ്കിലും എന്തോ നല്ല കാറ്റ് വീശുന്നൊക്കെ കാരണം അത്ര ചൂടൊന്നും തോന്നുന്നില്ല. അങ്ങനെ തോടൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ടൈമിൽ കുറച്ച് കിളികളൊക്കെ കണ്ടപ്പോൾ അതിനെ വീണ്ടും ഒന്ന് സൂം ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് ഫോണിലോട്ട് നോക്കി നടന്ന ടൈമിൽ വീണ്ടും ഇത്തിരി ഹെവി ആയിട്ട് തന്നെ കാലൊന്ന് സ്ലിപ്പായി. അതിനുശേഷം പിന്നെ കുറച്ച് നേരം ആ വരമ്പത്ത് തന്നെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നൊക്കെ ആയിട്ടാണ് എനിക്ക് വന്നത്. ഇവിടെ എത്തിയ ടൈമിലാണ് കാല് സ്ലിപ്പായത്. പിന്നെ അവിടെ തന്നെ ഇരുന്ന് തോട്ടിൽ നിന്ന് വെള്ളത്തിലൊക്കെ തൊട്ടൊന്ന് കാലൊക്കെ റെഡിയാക്കിയ ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം ഒന്നൊക്കെ ആയപ്പോൾ തിരിച്ചു വന്ന്. അങ്ങനെ തിരിച്ചു വരുന്ന ടൈമിൽ വീണ്ടും ഒരു പൂതി, ഇനി എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഞാറ് നട്ടതിൻ്റെയൊക്കെ ഇടയിലൂടെ നടക്കുന്ന ഭാഗം ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാനൊരു പൂതി. അങ്ങനെ വീണ്ടും അനിയത്തിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തെടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു കയറുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു വീട്ടിലുള്ളവരോട് എന്തോ പ്രത്യേകമായിട്ടൊരടുപ്പുണ്ട്. അതായത് നമുക്കൊരാവശ്യം വന്നാൽ ഏത് ടൈമിലും കൂടെ നിൽക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളുടെ വീടാണ്. അങ്ങനെ തിരിച്ച് മൈലാഞ്ചിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. എപ്പോൾ വേണേലും വന്ന് പൊട്ടിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊട്ടിക്കുന്ന ടൈമിൽ നമ്മളൊന്ന് വിവരം പറയണമല്ലോ. അങ്ങനെ അവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആളില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ താത്താനോട് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിക്കാനായിട്ട് നിന്നു. അപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ പൊട്ടിക്കുക ഈ വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ അവിടെ നിർത്തിയിട്ട് ഞാൻ പോയി. പിന്നെ ഹൈറ്റ് ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ കറക്കെ തന്നെ നിന്നിട്ട് അനിയത്തിനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് എത്തുന്ന ഭാഗത്തുനിന്ന് കുറച്ച് ഞാനും പൊട്ടിച്ചെടുത്ത്. തിരിച്ചു വരുന്ന ടൈമിൽ അവിടുത്തെ ഇക്കാനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇനി ഈ ഒരു മൈലാഞ്ചി വെച്ചിട്ട് നെയിൽ കോൺ എളുപ്പത്തിലുണ്ടാക്കുന്ന വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഏകദേശം 1.25 വർഷം മുമ്പാണ് അവസാനമായിട്ട് മെഹന്തിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഈ ഒരു മെഹന്തി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ. കൂടുതൽ ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ 2 ഐറ്റം വെച്ചിട്ടാണ് ഈ മെഹന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് മൈലാഞ്ചിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1-1.5 കിലോ പഞ്ചസാര കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ടിന്നിലോട്ട് ആ ഇല ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ പഴയൊരു ഗ്ലാസ് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഈ ടിന്നിൽ ഇറങ്ങിയിരിക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും വന്ന ടൈമിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീര് കിട്ടിയിട്ടുണ്ടാവും. ഇനി ആവശ്യത്തിനനുസരിച്ച് കുറച്ചായിട്ട് മൈദ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ കത്തിച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നീര് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കോണാക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇർക്കിളി ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഒറ്റ തവണ ഇട്ട സ്റ്റൈൻ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.